നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വണ്ടിയിലൊരു പെയിന്റ് ഇട്ടുണ്ടല്ലോ, എന്തിനാ അത്? ഡെന്നിസിന്റെ വർക്ക് സൈറ്റിൽ നിന്ന് എടുത്തതാ. കഴിഞ്ഞ ദിവസമേ നമ്മൾ താമസിക്കുന്നിടത്ത് ഒരുത്തൻ എത്തി നോക്കിയില്ലേ, അവന്റെ കാല് വെട്ടിയപ്പോ ബ്ലഡ് ചോര തെറിച്ചു. കഴുകിയിട്ട് പോകുന്നില്ല, പെയിന്റ് അടിച്ച് വൃത്തിയാക്കണം. അതിനടുത്ത് ആ ഓട്ടോ പുറകെ ഉണ്ടല്ലോ. ഓട്ടോയോ? ചേട്ടാ ഒന്ന് വേഗം പോവോ. അവർ നമ്മളെ ഫോളോ ചെയ്യോടാ. ഉറപ്പാണോ? ഉറപ്പാ. നിന്റെ ആൾക്കാരാണോടി? നീ പറഞ്ഞിട്ട് വന്നതാണോ? അയ്യോ അല്ല, എനിക്കൊന്നും അറിയില്ല. നീ അതിബുദ്ധി കാണിച്ചാ? ഞാൻ ജസ്റ്റ് ഫോണിലൊന്ന് പ്രസ് ചെയ്താൽ മതി, നിന്റെ നല്ല നല്ല ഫോട്ടോസേ നിന്റെ വേണ്ടപ്പെട്ടവരുടെ ഫോണിലേക്ക് എത്തും. നിന്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ അത് കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ വേണ്ട, എന്നെ നാണം കെടുത്തരുത്, എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അവരാരാന്ന് എനിക്കറിയില്ല, ഞാൻ അറിയിച്ചിട്ട് വന്നതല്ല. എടാ ജാക്കി, നമ്മുടെ വീട്ടിലേക്ക് ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. അവർക്ക് നമ്മുടെ പുറകെ വരാൻ കഴിയരുത്. നമുക്ക് ഏതെങ്കിലും ക്രോസ് റോഡിലേക്ക് കയറാം. പാറു, ആ വണ്ടി നല്ല സ്പീഡിലാ പോകുന്നത്. ചേട്ടാ മുന്നിൽ പോയി വണ്ടി കണ്ടില്ലേ, അത് തടയണം. ഒന്ന് വേഗം പോവോ. ജയന്തി ചേച്ചി, ആ വണ്ടി കാണുന്നില്ല. അവര് ഏത് വഴിക്കായിരിക്കും പോയത്? അറിയില്ല. ചേട്ടാ ഇത് വെച്ച നമുക്കേ ഇതുവഴി പോയി നോക്കാം. വാ. ഇങ്ങോട്ട് ആയിരിക്കില്ല വന്നത്. നമുക്കൊന്ന് പോയി നോക്കാം, ചിലപ്പോ കണ്ടാലോ. വാ. നീ വലിയ മിടിക്കാണല്ലേടി, ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് കരുതിയോ? പാർവതിക്കോ ശീലാവതിക്കോ ആർക്കോ നീ ഒരു വോയിസ് മെസ്സേജും ലൊക്കേഷനും അയച്ചു കൊടുത്തില്ലേ? അവള് പോലീസിനെ കൂട്ടി വന്ന് നിന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാരണം നീ അയച്ചതൊന്നും അവള് കണ്ടിട്ടില്ല. അതിനു മുമ്പേ ഞങ്ങളത് ഡിലീറ്റ് ആക്കി. നിങ്ങൾ രക്ഷിക്കാൻ പാർവതിയല്ല, പോലീസല്ല, ദൈവം തമ്പുരാൻ പോലും ഇവിടെ വരില്ല. ഇവൻ തന്നതേ വെറും സാമ്പിളാ. ജാക്കി ഒന്ന് വന്നോട്ടെ, ശരിയായി മേടിക്കട്ടെ, അവന്റെ വകയാ. ഇവൾ ഇവിടുത്തെ ലൊക്കേഷന് വോയിസ് മെസ്സേജ് അയച്ചതേ ജാക്കി അറിയിക്കുന്നത് നല്ലതാ. ഇനി ഇത് നിങ്ങളെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവള് ചെയ്തതുപോലെ ആരുടെയൊക്കെ ഫോണിൽ നിന്ന് ആർക്കൊക്കെ മെസ്സേജ് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. പിടി വീഴുമ്പോഴേ മനസ്സിലാവൂ. ജാക്കിയെ അറിയിച്ച ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള വഴി ജാക്കി കണ്ടുപിടിച്ചോളും. പക്ഷെ ഇതറിഞ്ഞാൽ ജാക്കി ചൂടാവും. നിന്നെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച് ജാക്കി നമ്മൾ കൈവെക്കാനും സാധ്യതയുണ്ട്. ജാക്കിയുടെ തല്ല് പേടിച്ച് പറയാതിരുന്നാലേ സെൻട്രൽ ജയിലിൽ കിടന്ന് ഗോതമ്പൂണ്ട തിന്നേണ്ടി വരും. ഞാനെന്തായാലും വിളിക്കാൻ പോവാ. പറയടാ. അവസാനത്തെ ഇരയെ കൂട്ടിക്കൊണ്ടുവരാനെന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയിട്ട് കുറെ നേരം ആയല്ലോ. അവളെ ഇതുവരെ കൈ കിട്ടിയില്ലേ? ജാക്കി വിരിക്കുന്ന വല പൊട്ടിക്കാൻ മാത്രം എടുക്കുള്ള ഏതെങ്കിലും പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടാ? അവളെന്റെ കയ്യിലുണ്ട്. പിന്നെന്താ നീ വരാത്തത്? ചെറിയൊരു പ്രശ്നം, അതാ ലേറ്റ് ആവുന്നേ. അവിടെയും പ്രശ്നോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അത് എടാ, ഇവിടെയും പ്രശ്നമൊന്നും നീ ചോദിക്കണമെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം. എന്താടാ പ്രശ്നം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നീ ഒന്ന് തെളിച്ചു പറ. മീരയുടെ കയ്യിൽ നിന്ന് അവളുടെ ഫോണ് നമ്മൾ പിടിച്ചു വാങ്ങിയിരുന്നല്ലോ. കുറച്ചു സമയം കഴിഞ്ഞ് നോക്കുമ്പോ ആ ഫോണ് കാണാനില്ല. അന്വേഷിച്ച് നടന്നപ്പോ തിരിച്ചു കിട്ടി.
പക്ഷേ ആ ഇങ്ങനെ വലിച്ചിട്ടത് വേഗം പറഞ്ഞു ഒലക്കേ. ആ ഫോൺ എങ്ങനെയാണ് മീരയുടെ കയ്യിൽ തന്നെ ചെന്ന് പെട്ടതെന്ന് എനിക്കറിയില്ല. അവൾ ആ ഫോണിൽ നിന്ന് പാർവതി എന്ന പേരുള്ള ആർക്കോ വോയിസ് മെസ്സേജ് അയച്ചു. നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ലൊക്കേഷനും ഷെയർ ചെയ്ത് കൊടുത്തു. നിങ്ങളവിടെ എന്തെടുക്കുമായിരുന്നു? വോയിസ് മെസ്സേജും ലൊക്കേഷനും ഒക്കെ അയച്ചു കൊടുത്തത്രേ. നിന്നെയൊക്കെ ഞാൻ എന്ത് പിണ്ണാക്കിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? 3-4 നരുന്ന് പെൺകുട്ടികളെ ശ്രദ്ധിക്കാനുള്ള കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കണം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. പാർവതി ആ മെസ്സേജ് കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങളത് ഡിലീറ്റ് ആക്കി. എടാ, മീരയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയതുകൊണ്ട് നമ്മൾ സേഫായി എന്നൊന്നും പറയാൻ കഴിയില്ല. മെസ്സേജ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. അവൾ ആർക്കാണോ അത് അയച്ചു കൊടുത്തത് ആ ഫോണിൽ നിന്ന് അത് റീസ്റ്റോർ ചെയ്യാൻ പോലീസിന് കഴിയും. എടാ ജാക്കി, അതുകൊണ്ടാ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിയറും അടിച്ച് കോൺതെറ്റി കിടന്നിട്ടുണ്ടാവും എല്ലാണോ. വകയ്ക്ക് കൊള്ളാത്ത നിന്നെയൊക്കെ കൂടെ നിർത്തിയതിന് എന്നെ പറയണം. സോറി ജാക്കി, പറ്റിപ്പോയി. ഒരു പെണ്ണെന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു സമയമായി. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം ഇവിടെയും പ്രശ്നം. ഇനി ഇവിടെ തുടരുന്നത് സേഫ് അല്ല. എത്രയും വേഗം നമ്മൾ ഈ താവളം മാറ്റണം. ഞങ്ങൾ ഉടനെ അവിടെ എത്തും. അതിനു മുമ്പ് എല്ലാ പെൺകുട്ടികളെയും റെഡിയാക്കി നിർത്ത്. ലേക്ക് സൈഡിലുള്ള നമ്മുടെ താവളത്തിലേക്ക് എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യണം. ശരിടാ. നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. പുതിയ സ്ഥലത്ത് എത്തട്ടെ. ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് നല്ലൊരു സമ്മാനം തരുന്നുണ്ട്. വാടാ. എന്റെ കൃഷ്ണ, ആ കുട്ടി ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാനാ അവള് ശ്രമിക്കുന്നത്. അവളുമാര് പോയെന്ന് തോന്നുന്നു. നീ വാ, നമുക്ക് നോക്കാം. അവളുമാര് പോയെന്നാ തോന്നേ. നീ വാ. എന്താ ജാക്കി? വണ്ടി സ്റ്റാർട്ടാവുന്നില്ലടാ. ഒന്നുകൂടെ അടിച്ചോക്ക്, ചിലപ്പോ ശരിയാവും. നോക്കട്ടെ. ആ പെൺകുട്ടികൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ഇവരെന്നെയും കൊണ്ട് ഇവിടുന്ന് പോവും. പിന്നെ അവർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല. എന്നെ രക്ഷിക്കണമെങ്കിൽ എന്നെ കൊണ്ടുപോകുന്ന സ്ഥലം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വഴിനീളെ ഈ പെയിന്റ് ഒഴിച്ച അത് നോക്കി അവർക്ക് എന്നെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ഇത് ഞാൻ ഒഴിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഈ ഷോളും റോഡിലിടാം.